ഇത് ക്രിസ്മസിന്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലൊരു തെങ്ങുണ്ടായി, അതൊക്കെ മുറിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടാ. ഈ ബ്ലോക്കൊക്കെ കാരണം ഞങ്ങൾ മെട്രോയിനാണ് കേട്ടാ പോയത്. അപ്പൊ വേഗം എത്താലോ. എല്ലാരും പോണുണ്ട് കേട്ടാ. ഞങ്ങൾ ലുലുവിൽ പോണത് മെയിനായിട്ട് അവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്, അല്ലാതെ ഷോപ്പിങ്ങിനൊന്നും അല്ല പോണത്. അപ്പൊ അതെല്ലാം കണ്ടിട്ട് വരാലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോയത്. മെയിൻ എൻട്രൻസിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡെക്കറേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ട്രീയും റെയിൻഡിയേഴ്സും. അവിടെ നിന്ന് ഫോട്ടോ എടുക്കണ ഭയങ്കര തിരക്കിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഞങ്ങൾ ലുലുവിന്ന് ഐസ്ക്രീമും ചെറിയ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി. ഞങ്ങളുടെ മെയിൻ ഇന്നൊരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ സോഷ്യൽ കിച്ചൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകണമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ വരുമായിരുന്നു. അപ്പൊ അത് മാറിയിട്ടാണ് ഇപ്പൊ സോഷ്യൽ കിച്ചൺ ആയത്. ഇത് ഒരു ഉടുപ്പി ഹോട്ടലാണ് കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് എടപ്പള്ളിക്കാർ മൊത്തം ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നത്, അത്രയും തിരക്കാണ്. സോഷ്യൽ കിച്ചന്റെ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസണബിൾ റേറ്റും ആണ്, അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ ആയിട്ട്. മസാല ദോശ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷെ നമ്മളിത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വയറ് നന്നായിട്ട് ഫില്ലാവും കേട്ടോ. നല്ല ക്രിസ്പി ദോശയായിരുന്നു. അതുപോലെ തന്നെ സാമ്പാറിന് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. ചമ്മന്തി അതെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഇനി ഇടക്ക് വന്ന് ഇവിടെ നിന്ന് കഴിക്കാനാണ് കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. ചാർജ് തീരണവന്നെ കഴിച്ചോളൂ. ഇങ്ങനത്തെ ദോശ നമ്മൾ കഴിക്കാറില്ല. ഈ സാമ്പാറിന് മധുരം ഉണ്ട്. കർണാടകക്കാരുടെ സാമ്പാറാണ്. അന്ന് ജയ ഉണ്ടാക്കിയില്ലേ സാമ്പാറിന്. അന്ന് ചെയ്തത് കഴിച്ചില്ലല്ലോ. മധുരമാണെന്ന് സാമ്പാറിന് വേറെ ടൈപ്പ്, ബാംഗ്ലൂർ ടൈപ്പാണ്. പിന്നെ ഇത് നല്ല ടേസ്റ്റാ ചമ്മന്തി. സൂപ്പർ. മസാല ഇത്തിരി എടുത്ത് കഴിച്ചാൽ തുറന്ന് കാണിച്ചായിരുന്നു. പിന്നെ കോഫി 14 രൂപ. ടോർച്ചിട്ടില്ലേ? വേണ്ട വേണ്ടടി. ക്രിസ്മസ് ലഞ്ച് വാങ്ങാൻ പോവാ. ചെയ്തേട്ടാ എവിടെന്നാ മന്തി മേടിക്കണേ? ഞങ്ങള് ക്രിസ്മസിനൊന്നും ഒന്നും ഉണ്ടാക്കിയില്ല, മന്തി വാങ്ങാന്ന് വിചാരിച്ചു. ഉണ്ണിയപ്പം ഇവിടെ സുൽത്താനോ വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ടായി രാവിലെ. അഖില് കൊണ്ടുവന്ന മറിയാൻ ഭയങ്കര. ഞാൻ നെയ്ബറാണേ, കേട്ടിരിക്കാൻ വയ്ക്കാൻ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ റോട്ടില്, ആരുമില്ല റോട്ടില്. ഇതിരിപ്പുണ്ട് പനന്നോങ്ക് ആ റോഡ് സൈഡില്. കുറച്ച് വാങ്ങിച്ചു തരുമോ? കുറച്ചാ
പിന്നെ ഒരെണ്ണല്ലേ മേടിക്കുന്നത്? അങ്ങനെയാണ് വാങ്ങിച്ചു തരും. പിന്നെ നമുക്ക് നെയ്ബേഴ്സ് ഒക്കെ കേക്ക് കൊണ്ടുവന്നു തന്നു, ഉണ്ണിയപ്പം കൊണ്ടുവന്നു തന്നു, വൈൻ കൊണ്ടുവന്നു തന്നു. നമുക്ക് വൈൻ മുറിക്കണ്ടേ, വൈൻ കുടിക്കണ്ടേ? മോളി ആന്റി ഒക്കെ വൈൻ എല്ലാ കൊല്ലവും കൊണ്ടുവന്നു തരും കേട്ടോ. അപ്പൊ കുറച്ചൊക്കെ ഞങ്ങൾ രാവിലെ കുടിച്ചു. പിന്നെ ക്യാരറ്റ് മോളി ആന്റി തന്നെ ക്യാരറ്റ് കേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമ്മളിന്ന് വൈനൊക്കെ കുടിക്കും. ഇന്നത്തെ വീഡിയോയിൽ അത്രയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇത് ഇവിടെ കുറെ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമ്മളിവിടെ ഇന്ന് ഇതുവരെ കുഴിമന്തി കഴിച്ചിട്ടില്ല. ചേട്ടൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് കുഴിമന്തി എന്ന് തോന്നുന്നത് ഏതാണ്? കുബാബയാണോ? അൽഡ്രീമിലേം കൊള്ളാലോ ഇല്ലേ? പിന്നെ എനിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഫുൾ ചിക്കൻ അങ്ങനെയാണോ അതോ പീസാക്കി മുറിച്ചാണോ മേടിക്കണേ? ഫുൾ ചിക്കൻ നമ്മൾ വീട്ടിൽ ചെന്ന് പീസാക്കുവോ? അവരോട് പീസാക്കി തരാൻ പറയോ? ആ, നമുക്ക് ഇതിപ്പോ ചേരാൻ നല്ലൊരു പോണ വഴിയാണല്ലോ ഇതെല്ലാം. സേതന് വഴി മറന്നുപോയതാണ്. പോയാ അൽഡ്രീം പോയോ ഇവിടുന്ന്? ഇനി എവിടെ പോയി മേടിക്കും നമ്മളിനി? ചേരാൻ നല്ലൂര് വരെ പോയി മേടിക്കണ്ട പോകുന്നത്. എനിക്കും അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് പോയാ പോരായിരുന്ന. എന്റെ വീടിന്റെ അവിടെ ആണെങ്കിൽ നല്ലോണം ക്വാണ്ടിറ്റിയിൽ തരുന്നു തോന്നണം. എന്തായാലേ 1 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എടപ്പള്ളിയിലുള്ള അൽഡ്രീം കണ്ടുപിടിക്കാനാവാതെ കലൂരിക്ക് പോവാണ്. മിക്കവാറും ഇന്ന് ക്രിസ്മസ് ലഞ്ച് 3 മണിക്ക് ആവുന്നാ തോന്നണത്. അല്ല സേതട്ടാ? സേതട്ട് പോയിട്ടും വന്നിട്ടൊന്നും ഇല്ലേ? എന്നാ പിന്നെ അവിടെ തന്നെ പോയാ പോരായിരുന്നു. സേതന് എല്ലായിടത്തും പോയി ഭക്ഷണം കഴിക്കണ ആളാ. പക്ഷെ ഒരു ആവശ്യം വന്നാൽ ഞാൻ എവിടെ പോയി അടി ഭക്ഷണം കഴിക്കാം. ഞാനിപ്പോ അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോവാറുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ പോകാറില്ല. അന്നത്തെ കട തന്നെയല്ലേ ഉള്ളൂ. എനിക്ക് പുറത്തെ കടവോ ബോംബെ കുൽഫി സേതനിപ്പോ ഇഷ്ടമല്ല ഒരു സ്ഥലത്തും പോവാം. ഭയങ്കര ക്യൂ ആണ് അൽഡ്രീമില്. എന്താന്ന് വെച്ചാ എനിക്ക് തോന്നുന്നു ഇവിടെ ക്യൂ നിന്ന് വേണോന്ന് തോന്നുന്നു പാഴ്സല് മേടിക്കാനായിട്ട്. അപ്പൊ സേതട്ട് പോയിട്ടുണ്ട്. പക്ഷെ ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടാ. അറിയില്ല, സേതനെ കാണാനില്ല. ചിലപ്പോ ബില്ല് അടച്ചിട്ടായിരിക്കും ഇവിടെ വന്ന് നിക്കേണ്ടത്. ഓർഡർ നമുക്ക് അറിയില്ല. ഞങ്ങള് ഇറങ്ങിയിട്ടില്ല, ഞങ്ങള് കാറിൽ തന്നെ ഇരുന്നു. അൽഡ്രീമിലെ മന്തി എന്ന് പറയാനായിട്ട് അടിപൊളി മന്തിയാണ്. അൽഡ്രീമില് നല്ല ഇഷ്ടമാണ്. കുബാബേത്ത ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വന്നേക്കണ കത്രിക്കടവിലെ അൽഡ്രീമിലാണ്. കത്രിക്കടവിലെ അൽഡ്രീമിലാണ് ട്ടാ നമ്മൾ വന്നേക്കണത്. അപ്പം ഞാൻ ലച്ചു ഭയങ്കര ചൂടാ. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോന്ന് അറിയില്ല. ചിലപ്പോ ഞങ്ങൾ പുറത്തിറങ്ങുമായിരിക്കും. അല്ല മൈക്ക് നോക്കണം. ഞാനും ലക്ഷ്യം കൂടെ പോയിട്ട് ഇപ്പൊ മേടിക്കാന്ന് വിചാരിച്ച് സേതയുടെ അവിടെ ക്യൂ നിൽക്കുകയാണ്. പോലേട്ടാ, ഞങ്ങൾക്കിത് ഈ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോണ്ടത്. അച്ഛൻ ഇതുവരെ മന്തി കിട്ടിയിട്ടില്ല. അച്ഛൻ ക്യൂ നിക്കണേ. അമ്മ പറയുമ്പോ കിടന്നാ മതിട്ടാ. ഞങ്ങളിപ്പോ പെപ്സിയൊക്കെ വെച്ചു. അച്ഛന്റെ ടേൺ ആയിട്ടുണ്ട്. അവിടെ നിന്നേടോ. ഫൈനലി എടോ ഒന്ന് നിക്കടോ. എനിക്ക് കവർ കാണാം. മയനൈസ് ഇല്ല അവക്ക്. നാടൻ മയനൈസ് മതിയെന്ന്. ചെയ്തോട്ടെ. ഫുൾ മന്തിയാണോ? ഒരു ഫുൾ മന്തിയും ഒരു ചിക്കൻ ക്വാർട്ടർ ചിക്കൻ. മുറിച്ച് എന്നാ എത്ര പീസ് ഉണ്ടാവും? 5 പീസ്. എന്നാ മതി. അല്ലെങ്കിൽ പിന്നെ മുറിക്കണം, പാടാണ്. മയണൈസ് കൊറേ വെച്ചാ? മച്ചണൈസ് കൊറേ വെച്ചിട്ടുണ്ട്. എന്നാ മതി. ചെയ്തിട്ട് നമ്മള് എനിക്ക് തോന്നണ ഒരാഴ്ച കഴിക്കാനുള്ള മന്തി ഉണ്ടെന്ന് തോന്നുന്നു. എന്താണോ ഒരു ഹാഫ് റൈസ് പറഞ്ഞാൽ മതിയായിരുന്നോ? അല്ല രാത്രി കഴിക്കാം. ഓ മയോയുടെ ആളാണ്. അപ്പൊ ഇത് വീട്ടിൽ ചെന്നിട്ട് കാണിച്ചുതരാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അൽഡ്രീമിലെ ഒരു ഫുൾ മന്തിയാണ് അല്ലെ? ഫുൾ ചിക്കനും അല്ല, ഫുൾ ചിക്കൻ അല്ലേ?
ഫുൾ ചിക്കനും ഒരു ക്വാർട്ടർ ഒരു മേടിച്ചു. ക്വാർട്ടർ മേടിച്ചു. കാരണം നമ്മൾ 5 പേരുള്ളതുകൊണ്ട് 5 പീസ് വേണമല്ലോ. അച്ഛൻ ഓൾറെഡി കഴിച്ചു. ലച്ചതേ പയ്യെ ഇരുന്ന് പെപ്സി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്രിസ്മസ് ലഞ്ച്. ഇതാണ് ഞങ്ങളെ ക്രിസ്മസ് ലഞ്ച്. വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഇന്ന് മന്തി കഴിക്കും അല്ലേ സേതുവേട്ടാ? ജസ്റ്റ് ഇതൊന്ന് വീഡിയോ എടുത്ത് ഞാനൊന്ന് വിളമ്പാം. മയനൈസും അതൊക്കെ ആവശ്യക്കാരുടെ ഇഷ്ടത്തിന് എടുത്താ മതി കേട്ടാ. ലച്ചുവിന് എന്താ വേണ്ടത്? ഇതല്ലേ, ലെഗ് പീസ് അല്ലേ? പിന്നെ വേണമെങ്കിൽ എടുത്തോട്ടാ. മയനൈസ് ഒക്കെ അവരവരുടെ ഇഷ്ടം. ഇനി ഏറ്റവും കുറച്ച് കഴിക്കണം ആളുടെ പ്ലേറ്റ്. അത് ഞാനാ? അത് ഞാൻ. എന്റെ ഇഷ്ടപ്പെട്ട പീസ് ഇതാണോ നിന്റെ ഇഷ്ടപ്പെട്ട പീസ്? എനിക്ക് കിട്ടാറില്ല എപ്പോഴും. ചെയ്തു തന്നു. മതിയടി, മതി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാറും ട്രീയും ലൈറ്റ് ഒക്കെ ഒന്ന് കണ്ടാലോ? ഇത് നമ്മുടെ വീട്ടിലേന്ന് കേട്ടാ. അതുപോലെ തന്നെ നമുക്ക് നെയ്ബർഹുഡിൽ ഒന്ന് പോയി നോക്കിയാലോ? ഇത് നിമ്മിയുടെയും നിച്ചുവിന്റെയും വീടാണ് കേട്ടാ. അവര് ചെയ്തതാണ് ഇതൊക്കെ. ഇത് നിമ്മിയുടെയും നിച്ചുവിന്റെ തൊട്ടടുത്തുള്ള വീടാണ്. പിന്നെ കുറച്ചിങ്ങോട്ട് നേരെ പോയി കഴിയുമ്പോൾ അവിടെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്രിബൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല രസം ഉണ്ടായിട്ടാ കാണാനായിട്ട്. അവര് മണ്ണിൽ എന്തൊക്കെയോ കളറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത വീട്ടില് നല്ല ബ്ലൂ കളറുള്ള സ്റ്റാർ ആണ്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഫോണിൽ എടുത്തിട്ട് കറക്റ്റ് ലൈറ്റിന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ടാണ് അവര് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മുടെ ഒരു വലിയ സ്റ്റാർ വീഗാലാൻഡിന്റെ ഫ്ലാറ്റ് വരുന്നുണ്ട് അവരിട്ടേക്ക്. വലിയ സ്റ്റാറും ക്രിബും ലൈറ്റിംഗ് ഒക്കെ കാണാനായിട്ട് നമ്മൾ എടപ്പള്ളി പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ നടന്നാണ് പോണത്. എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വരാനുള്ള തിരക്ക്? ഭയങ്കര തിരക്കായിട്ടില്ല. ഞങ്ങള് വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ നടന്നാണ് കേട്ടോ പോണത്. അത്രയും ബ്ലോക്ക്. എടപ്പള്ളി പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു തിരക്കാന്ന് പറയാം. അത്ര ആളുകളാ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. പിന്നെ നമ്മുടെ വൈറലായിട്ടുള്ള സ്റ്റാറും ഇവിടെയാണ് കേട്ടോ ആളുകൾ കൂടുതൽ. നല്ല രസമായിട്ട് അത് നേരിട്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ കുറെ ക്രിബ്സ് ഉണ്ട് കേട്ടോ. അവർ ഓരോ ഹൗസായിട്ട് തിരിഞ്ഞിട്ട് ഓരോ ക്രിബ്സ് ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ നമുക്കതിന് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ക്ലിപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചാണ് കേട്ടോ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കാണാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ ക്ലിബും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പള്ളിയുടെ അടുത്തെത്തി. കുറച്ചു നേരം അവിടെ ഇരുന്ന് കുറെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ഐസ്ക്രീം കഴിക്കാനാണ്. ക്രിസ്മസിന്റെ ഒക്കെ ക്ഷീണമൊക്കെ ഒന്ന് തീർക്കാനായിട്ട് ബിഗ് ഫലൂഡയിൽ വന്നേക്കാം. അപ്പൊ നമ്മുടെ അലങ്കാറിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. പള്ളിയിൽ ഭയങ്കര തിരക്കാ. ഭാഗ്യത്തിന് വണ്ടി കൊണ്ടുപോയെങ്കിൽ ശരിയായാണ്. എന്തെന്നാ വാങ്ങണ്ടെന്ന് അറിയില്ല കേട്ടോ. അത് നോക്കിയിരിക്കുകയാണ്. ഭയങ്കര ടയേർഡായി. കാല് നല്ല വേദനെടുക്കലുണ്ട്. നല്ല തിരക്കല്ലേ. വണ്ടിക്കും കാറിനും സ്കൂട്ടറിനൊക്കെ പോയ ആൾക്കാർ ഫുള്ള് സ്റ്റക്കാണ് അവിടെ. ഓ ഭാഗ്യം നമുക്ക് നടക്കാൻ പറ്റിയത്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പള്ളി എന്തായാലും അടിപൊളിയാണ്. എല്ലാരും ഒന്ന് പോയി കാണുന്നത് എന്തായാലും നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. അതനുസരിച്ച് തിരക്കും ഉണ്ട് കേട്ടോ. അപ്പൊ പാട്ടിട്ടോണ്ട് ചിലപ്പോ കോപ്പിറൈറ്റ് ചെയ്തിട്ട് ഈ സൗണ്ട് എല്ലാം വോയിസ് ഓവർ ആയിരിക്കും. നമ്മുടെ എന്താണ്
മാംഗോ ഉണ്ട്, വാനില ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് കഴിക്കട്ടെ കേട്ടാ. നമ്മൾ ഇനി ഇതും കൂടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോവും, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളിന്ന് മന്തിയൊക്കെ കഴിച്ചുകൊണ്ട് വയറൊക്കെ ഫില്ലാണ്. ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാൻ തണുക്കാൻ വേണ്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ. അതെ, ഇതോടുകൂടി ഈ ഐസ്ക്രീമോടുകൂടി ക്രിസ്മസിന്റെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു. ഉള്ളൊക്കെ തണുത്ത് മേലൊക്കെ തണുത്തതായി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ നമുക്ക് ബൈ.